ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ലഞ്ച് വീഡിയോ ആണ്. നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ടൊരു ലഞ്ചൊക്കെ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസും 2 നോൺ വെജ് സൈഡ് ഡിഷസുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദേ ഒരു 2 ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ വടയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 10 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാം. കുറച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെയും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരല്പം നാരങ്ങാ നീര്, ഒരു ടീസ്പൂണോളം നാരങ്ങാ നീരും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആദ്യം കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, നല്ലപോലെ മസാലയൊക്കെ പിടിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്കിനി ചെമ്മീൻ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. ചെമ്മീനിൽ നിന്നും കുറച്ച് വെള്ളം വരും. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചും കൂടി വെക്കുക. അപ്പോഴേക്കും ചെമ്മീൻ വെന്തിട്ടുണ്ട്. അതൊരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചിക്കനൊക്കെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പൊടിക്കത്തില്ലേ, അതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് ഒരു ഗീ റൈസ് ആണ്, ഒരു സ്പെഷ്യൽ ഗീ റൈസ് ആണ്. അപ്പോൾ അതിനായിട്ടൊരു 3 കപ്പ് ജീരകശാല അരി നല്ലപോലെ കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് ചെമ്മീൻ വടയ്ക്കുള്ള മസാല ഉണ്ടാക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും, 1-2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ സവോള നല്ലപോലെ ഒന്ന് വാടി വരണം, ചെറുതായിട്ടൊന്ന് നിറം മാറണം. ഇതുപോലെ ആയി കഴിയുമ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാല ഏതെങ്കിലും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ആ പൊടികളുടെ ഒരു ചൊവയും കൂടി അങ്ങ് മാറണം. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതിട്ടു. അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ചെമ്മീൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് ബാക്കി ഉരുളക്കിഴങ്ങിലൊക്കെ ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഒരല്പം നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ. നമ്മൾ തക്കാളിയോ അങ്ങനെ പുളിക്കായിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ലോ. അപ്പോൾ ഒരല്പം നാരങ്ങയും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിയുമ്പം ചെമ്മീൻ വടയ്ക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു കട്ട്ലറ്റായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാവേ. ബ്രെഡിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം അത് ഷേപ്പ് ആക്കിയിട്ട് ഫ്രൈ ചെയ്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി വെക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ചൂടാകുമ്പം ഒരു 2 വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ നീളത്തിന് അരിഞ്ഞതോ ഇട്ട് കൊടുക്കുക. അതിനകത്തേക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 2-3 പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി സവോള നന്നായിട്ടൊന്ന് വാടി കുറച്ചൊന്ന് നിറം മാറിക്കഴിയുമ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ ഒരു ചൊവയും കൂടി അങ്ങ് മാറണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും അതിനകത്ത് ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിലും ഇടാം കേട്ടോ മസാലയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ അങ്ങ് മാറി വരുമ്പം 1-2 തക്കാളി വലിപ്പത്തിനനുസരിച്ച്, നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് തക്കാളി വെന്ത് ഈ മസാലയുടെ കൂടെ അങ്ങ് ചേരണം. ഇതുപോലെ അങ്ങ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിടാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഈ ഗ്രേവിക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ കറിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. മധുരമൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. 1/2 കിലോ ചിക്കൻ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ.
എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അളവിൽ, മാക്സിമം അത്രയും വെള്ളം ഒഴിക്കാവുള്ളൂ. കാരണം കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ 2 വിസിലാണ് വേവിക്കുന്നത്. അപ്പോൾ പെട്ടെന്നാവും. ചിക്കൻ ഒന്ന് ആവശ്യത്തിന് വെള്ളം വരികയും ചെയ്യും. പിന്നെ ഒരുപാട് സമയം നമ്മളത് വറ്റിച്ചെടുക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഗ്രേവി ഒത്തിരി ലൂസായി പോകും. അതിനൊരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. ചിക്കനിലോട്ട് ആ മസാലയൊന്നും പാകത്തിന് പിടിക്കത്തില്ല, ഒരു പച്ചപ്പ് തോന്നും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വേവിക്കാം. അത് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കണം. അതാവുമ്പോഴേക്കും നമുക്ക് റൈസിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ പിടി കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ ഉണക്കമുന്തിരിങ്ങ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇത് ഇപ്പോൾ കാഷ്യൂനട്ടോ ഉണക്കമുന്തിരിങ്ങയൊന്നും ഗീ റൈസിൽ ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പം പാനൊന്ന് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഗീ റൈസിനൊക്കെ അത്യാവശ്യം ചില നെയ്യ് വേണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് ഒരു ചെറിയ സവോള നീളത്തിന് അരിഞ്ഞതിട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ നെയ്യിലോട്ട് ആദ്യം പട്ടയും ഗ്രാമ്പൂ ഏലക്കയൊക്കെ ഇടേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ സവോളയുടെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി സവോള കുറച്ച് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പം നമ്മൾ അരച്ചു വെച്ച ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. പുതിനയിലയും മല്ലിയിലയും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തതായിരുന്നു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുമൊന്നും വേണ്ട. കാരണം ഗീ റൈസിൽ ആ ഒരു പുതിനയുടെയും മല്ലിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ ജീരകശാല അരിക്ക് പകരം നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നാലും ടേസ്റ്റ് കൂടുതൽ ഈ ചെറിയ അരി എടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത് നെയ്യിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിനകത്തേക്ക് 5 കപ്പ് നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിന് 5 കപ്പ് വെള്ളമാണ് കേട്ടോ. ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ള റൈസ് ഉണ്ടാവേ. ഇതിനകത്തേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പിടണം. വെള്ളം വറ്റിച്ച് നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പം ഉപ്പിട്ട് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം കൂടി നിൽക്കുന്നതായിട്ട് തോന്നണം. എന്നാലേ അത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ചോറിൽ പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവത്തുള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ. റൈസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടാനായിട്ട് നാരങ്ങാ നീര് ചേർക്കുന്നത് സഹായിക്കും. ഒരല്പം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ പാകത്തിന് വെന്ത് വരും. തീ കൂട്ടിയിട്ട് പെട്ടെന്ന് വെള്ളം വറ്റിക്കരുത്, അപ്പം റൈസ് വേവാതെ കിടക്കും. ചെറിയ തീയിൽ വയ്ക്കുക, അടച്ചു വയ്ക്കാം. ചിക്കൻ കറിയും റൈസും ഒക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് ആ ചെമ്മീൻ്റെ കൂട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാൻ പാകത്തിന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിന്ന് ജസ്റ്റ് ചെമ്മീൻ വടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കട്ട്ലറ്റായിട്ട് വേണമെങ്കിൽ കുറച്ച് മുട്ടയിലോ അല്ലെങ്കിൽ മൈദ മിക്സിലോ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട ചെമ്മീൻ കട്ട്ലറ്റ് ആവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാണ്. ഒരല്പം എണ്ണ മതിയാവും. വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അതിനകത്തേക്ക് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് 2 സൈഡും ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. കാരണം ഇതെല്ലാം വെന്ത സാധനങ്ങളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് അത് റെഡിയാക്കാം. അപ്പം ഞാൻ കുറച്ച് ചള്ളാസും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു സവോള ഒന്ന് കനം കുറച്ച് അരിഞ്ഞത്, ഒരല്പം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത്, ഉപ്പും ഇട്ട് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട് കൈവച്ച് നല്ലപോലെ ഇങ്ങനെ ഞെരടി അങ്ങ് വെക്കുക. അപ്പോൾ സവോള നല്ലതായിട്ട് സോഫ്റ്റായി ഉപ്പും ആ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ നല്ലപോലെ സവോളയിലോട്ട് വരും. ഒരല്പം പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ചള്ളാസ് റെഡിയായി. ഗീ റൈസ് വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ്. നെയ്യുടെയും ആ ജീരകശാല റൈസിൻ്റെയും പുതിന മല്ലി എല്ലാത്തിൻ്റെയും കൂടെ ഒരു നല്ല ഫ്ലേവറാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. പുതിനയുടെ മല്ലിയുടെ ഒക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഒരു ഗീ റൈസിലോട്ട് കിട്ടും. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും കൂടി ഇട്ടിട്ടുണ്ട്. നെയ്ച്ചോറ് റെഡി.
അതുപോലെ തന്നെ ചിക്കൻ കറിയും 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. എൻ്റെ ആവി ഫുള്ള് പോയതിന് ശേഷം തുറക്കുമ്പോൾ ദേ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ ഒന്നും കൂടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിനകത്തേക്കൊരു 1/4 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ അളവ് എപ്പോഴും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ കുക്കർ തുറക്കുമ്പം ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലൂസായി പോകത്തില്ലേ. അപ്പോൾ അതങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇരിക്കും തോറും കുറച്ചും കൂടെ ഒന്ന് കുറുകി മസാലയൊക്കെ നല്ലപോലെ ഒന്നും കൂടി പിടിച്ച് വരും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡിയായി. ഗീ റൈസ്, സ്പെഷ്യൽ ഗീ റൈസ്, അതിൻ്റെ കൂടെ ബീട്രൂട്ട് ചള്ളാസ്, കുക്കറിലുണ്ടാക്കിയ ചിക്കൻ കറി, ചെമ്മീൻ വട അല്ലെങ്കിൽ ചെമ്മീൻ കട്ട്ലറ്റ്. അപ്പോൾ ഈ ഒരു ലഞ്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു സ്പെഷ്യൽ ലഞ്ചായിട്ടൊക്കെ ട്രൈ ചെയ്യാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.